ഇടുക്കി അടിമാലിയിൽ ക്യാൻസർ രോഗിയായ സ്ത്രീയെ കെട്ടിയിട്ട് വായിൽ തുണി തിരുകി പണം അപഹരിച്ചതായി പരാതി. 6 വർഷത്തോളമായി ക്യാൻസർ രോഗത്തോട് മല്ലിടുന്ന അടിമാലി വിവേകാനന്ദ നഗർ സ്വദേശിനി ഉഷ സന്തോഷിനോടാണ് ഈ ക്രൂരത. ചികിത്സയ്ക്കായി പിരിച്ചു കിട്ടിയ 16,000 രൂപയാണ് കവർന്നത്. ക്യാൻസർ രോഗബാധിതയായ ഉഷ കീമോ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തി വിശ്രമിക്കുന്നതിനിടെയായിരുന്നു മോഷണം. ഭർത്താവും മകളും വീട്ടിലില്ലാതിരുന്ന സമയം നോക്കിയാകാം മോഷ്ടാവ് അകത്തു കടന്നത്. മയക്കത്തിലായിരുന്ന ഉഷയുടെ വായിൽ തുണി തിരുകി കട്ടിലിൽ നിന്ന് നിലത്തേക്ക് വലിച്ചിട്ട് കൈകാലുകൾ കെട്ടിയിട്ട് ഭീഷണിപ്പെടുത്തിയാണ് മോഷ്ടാവ് പണം ആവശ്യപ്പെട്ടതെന്നാണ് പരാതി. തലയിലും കെട്ടിവെച്ചു, തടിച്ചടിച്ചിട്ട് തല വന്നതിന് വായി തുണി കുത്തി കയറ്റി കൂടെ തന്നെ തലയെ കെട്ടിയായിരുന്നു. ഒരു മുണ്ടിട്ട് തല മൊത്തം കെട്ടിയിട്ട് വലിച്ചടിച്ച് അടുത്തോട്ടിട്ടതാണ്. എന്നിട്ടാണ് ഇവിടെ വയറെ കൂട്ടി കട്ടിലോട്ട് കെട്ടി വെച്ച്. എവിടെയൊക്കെ കെട്ടിയെന്നോ അതിനെ കാണിച്ചെന്നോ എനിക്ക് ഒന്നാമത് കീമോയുടെ ബുദ്ധിമുട്ട് കാരണം ഒന്നും ഓർക്കാനും ഒന്നും പറ്റണില്ല. അതുപോലത്തെ ബുദ്ധിമുട്ടായി പോയി. അത് പേടിച്ചു പോയി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിന് അടിമാലിയിലെ സുമനസുകൾ ചേർന്നാണ് ചികിത്സയ്ക്ക് ആവശ്യമായ തുക പിരിച്ചു നൽകിയത്. പിരിച്ചു കിട്ടിയ പണം കൈക്കലാക്കുകയായിരുന്നു മോഷ്ടാവിന്റെ ഉദ്ദേശം. ജീവൻ തിരികെ കിട്ടണമെന്ന ആഗ്രഹം കൊണ്ടാണ് പണം ഇരിക്കുന്ന പേഴ്സ് കാണിച്ചു കൊടുത്തത്. തന്നെ കണ്ടെത്താൻ ഒരാൾക്കും കഴിയില്ലെന്ന് വെല്ലുവിളിച്ചാണ് മോഷ്ടാവ് 16,000 രൂപയുമായി വീട് വിട്ടതെന്നും ഉഷ പറയുന്നു. അവനൊക്കെ കേട്ടില്ല. അപ്പം ഞാൻ പോയായിരിക്കും ഓർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അനങ്ങാതെ ഇരിക്കുക. പേടി എന്നെ വിറയ്ക്കുക. അങ്ങനെ അനങ്ങാതെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പറയുന്നത്, എൻ്റെ അപ്പം പോലും മഷിയിട്ട് നോക്കി എന്നെ കാണൂല, നീ ഇനി പുറത്തോട്ട് ഇപ്പോഴൊന്നും നീ ഇറങ്ങണ്ട, ആരെങ്കിലും വന്നാലല്ലേ ഇറങ്ങുള്ളൂ അതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇപ്പോഴത്തെ കെട്ടൊന്നുകൂടെ വലിച്ചു മുറുക്കിയിട്ട് ഏതാണ്ട് സാധനം കൊണ്ട് അങ്ങ് തേച്ച്. സമീപവാസികൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് കെട്ടിയിട്ട നിലയിൽ ഉഷയെ കണ്ടെത്തിയത്. ശാരീരിക ബുദ്ധിമുട്ടിനെ തുടർന്ന് ഉഷ ആശുപത്രിയിൽ ചികിത്സ തേടി. അടിമാലി പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചതായാണ് സൂചന. CCTV കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. ന്യൂസ് മലയാളം, ഇടുക്കി.